ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വൻപയറിട്ട വാഴക്കൂമ്പ് തോരൻ. അപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വൻപയറിട്ട വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വൻപയർ ഒരു 6 മണിക്കൂറായി ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ വാഴക്കൂമ്പ് ഞാൻ അതിൻ്റെ പുറത്തെ പാളികളെല്ലാം ഞാൻ അടത്തി മാറ്റിയിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ വാഴക്കൂമ്പൊന്ന് അരിഞ്ഞു വെക്കട്ടെ. അത് വാഴക്കൂമ്പ് അരിഞ്ഞു വെക്കുന്നത് ഞാൻ വെള്ളത്തിനകത്തോട്ടാണ് അരിഞ്ഞിടുന്നത്, അതിൻ്റെ കറിയെല്ലാം പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ആദ്യം വാഴക്കൂമ്പൊക്കെ അരിയാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതേപോലെ അങ്ങനെ ഞാൻ ഈ വാഴക്കൂമ്പെല്ലാം ആദ്യം ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കട്ടെ. വാഴക്കൂമ്പെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്ത് ഇളക്കി വെക്കുവാണ്. അതിൻ്റെ കറയുണ്ട്, നല്ലപോലെ കറയൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് ഉപ്പ് വെള്ളത്തിയിട്ട് വെക്കുന്നത് കേട്ടോ. ഇച്ചിരി വെള്ളത്തിനകത്ത് ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് നമ്മൾ വാഴക്കൂമ്പെല്ലാം അരിഞ്ഞ് അതിനകത്ത് ഇട്ടേക്കുവാണേ. 10 മിനിറ്റ് ഇങ്ങനെ കറിയൊക്കെ ഇളകാൻ വേണ്ടി ഞാനൊരു 10 മിനിറ്റ് വെച്ചേക്കുക. ഈ സമയം കൊണ്ട് ഞാൻ വൻപയറെല്ലാം കുക്കറിലൊന്ന് വേവിച്ചെടുക്കട്ടെ. ഞാൻ കുക്കറിലേക്ക് വൻപയർ ആദ്യം ഇട്ട് കൊടുത്തേ. കഴുകി വൃത്തിയാക്കി ഒരു 6-7 മണിക്കൂർ കുതിർത്തതാണേ. 1/2 സ്പൂണ് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പയർ വേകാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. നല്ലപോലെ ഇളക്കിയിട്ടേ ഒരു 5-6 വിസിൽ കേൾക്കുന്നിടം വരെ ഇരുന്ന് വേകട്ടെ. 5-6 വിസിൽ കേട്ടതിന് ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. വൻപയർ അടുപ്പിൽ വേകുന്ന സമയം കൊണ്ട് തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി തേങ്ങ ചെറിയൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 7 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ. തോരനുള്ള അരപ്പൊക്കെ ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് വെച്ചിട്ടുണ്ട്. വൻപയറിൻ്റെ ഒരു 8 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കടുക് കൂടെ ചേർത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് കഴുകി വൃത്തിയാക്കിയ കൂമ്പാണ്. അതിൻ്റെ കറയെല്ലാം നല്ലതായിട്ട് പോയിട്ടുണ്ട്. വാഴക്കൂമ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാതെ ഉപ്പ് നേരത്തെ വൻപയറിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ വാഴക്കൂമ്പിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. വേകാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെച്ചേക്കുവാണേ. നമ്മുടെ വാഴക്കൂമ്പെല്ലാം നന്നായി വെന്ത് കാണും. നമുക്ക് തുറക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വൻപയറും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പൂടെ തേങ്ങയൊക്കെ ചതച്ച് വെച്ചിട്ടില്ലേ, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാവേ. നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കറക്റ്റ് പരുവാണേ. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ആവി കയറട്ടെ. അരപ്പും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ചേർത്തതിന് ശേഷം ഒന്ന് ആവി കയറട്ടെ. 2-3 മിനിറ്റായി. നമുക്ക് തുറക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നമ്മുടെ വൻപയറിട്ട വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ തോരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ കമൻറ്റ് എഴുതാൻ മറക്കില്ല.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നാളെ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.